വൈജ്ഞാനികമായ ഒരു നിലവാരവും ഇവിടെ നടന്ന കഴിഞ്ഞ 21-ാം തീയതി പ്രസംഗത്തിനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വൈജ്ഞാനികമായ നിലവാരമുള്ള ഒരു ഗ്രന്ഥമല്ല ഖുർആൻ എന്നാണ് ഈ വിദ്വാൻ പറയുന്നത്. ആയത്തുകൾ തുരുതുര ഓതിയ ഒരു ക്ലാസ്, ഒരു പ്രഭാഷണം, അത് വൈജ്ഞാനിക നിലവാരമില്ലെന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുജാഹിദ് ബാലുശ്ശേരിയുടെ കാസർഗോഡ് നടന്ന ഒരു പരിപാടിയിൽ ആ വേദിയെക്കുറിച്ച് വൈജ്ഞാനികമായ വേദിയല്ല എന്നു പറഞ്ഞ ഒരു പരാമർശം മുജാഹിദ് ബാലുശ്ശേരിയെ ചൊടിപ്പിച്ചു. അത് സത്യമാണ് എന്നാണ് എനിക്ക് ബോധ്യമായത്. കാരണം സർവ്വ സ്വാലിഹീങ്ങളെയും മുഅ്മിനീങ്ങളെയും അവർ രചിച്ച ഗ്രന്ഥങ്ങളെയും പരിഹസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇയാൾ പറയുന്നത് കേട്ടു നോക്കൂ. പാളക്കിതാബുകൾക്ക് വൈജ്ഞാനിക നിലവാരം, ഖുതുബിയത്തിന്, മൊയ്തീൻ മാലക്ക്, മഞ്ഞക്കുളം മാലക്ക്, 313 മകക്ക്, ബൂസീരിക്ക് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആ നീച ഏടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവൻ ഇവിടെ ഖുർആൻ ഉദ്ധരിച്ച് പ്രസംഗിച്ചപ്പോ ഓനെ വൈജ്ഞാനിക നിലവാരമല്ല. അത്രയും ഖുർആൻ ഓതി പ്രസംഗിച്ച ആ വേദി വൈജ്ഞാനികമായ വേദിയാണ് എന്നാണ് അയാൾ സമർത്ഥിക്കുന്നത്. എന്നിട്ട് അയാൾ പറയാണ്, പാളക്കിതാബുകൾക്ക്, കുത്തുബിയത്തിന്, മൊയ്തീൻ മാലക്ക്, മഞ്ഞക്കുളം മാലക്ക്, ബൂസൂരിക്ക് ഇതൊക്കെ വൈജ്ഞാനികമാണ് എന്ന് ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ബൂസൂരിക്ക് എന്ന്, ബൂസൂരി ആരാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് രചിച്ച ഇമാം ബൂസൂരിയെ യാതൊരു ബഹുമാനമല്ലാതെ ആദരവുമില്ലാതെ ഇമാം ബൂസൂരിക്ക് കളിപ്പാവ പോലെ കളിക്കുന്ന, ഇമാം ബൂസൂരിയെ പരിഹസിക്കുന്ന, അവർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങളെന്നാണ്. എന്നിട്ട് പറയാണ് ആ നീച ഏടുകൾക്ക് എന്നാണ് ഇയാളുടെ പരിഹാസം, ഇയാളുടെ പരാമർശം. ഇവൻ്റെ സംസ്കാരവും നിലവാരവും ഒന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ. വഹാബ് സഖാഫിയോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിന്, അതായത് വഹാബ് സഖാഫി പറഞ്ഞതിന് അദ്ദേഹത്തോടുള്ള ദേഷ്യത്തിന് നല്ല മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളെ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന ഒരു പാഴ് ജന്മം മാത്രമാണ് ഇയാൾ. ഈ മഹാന്മാർ രചിച്ച കിതാബുകൾക്കും ഗ്രന്ഥങ്ങൾക്കും വൈജ്ഞാനിക നിലവാരമില്ല എന്നാണ് ഈ കപടൻ്റെ വാദം. വല്ലാത്തൊരു നാശം പിടിച്ച ജന്മമല്ലേ. അല്ലെങ്കിലും ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവൻ ഏത് മഹാനെയും ഇവൻ്റെ നശിച്ച നാവ് കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രസംഗം എടുത്ത് പരിശോധിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവിടെ വൈജ്ഞാനികമായ വേദിയല്ല സത്യത്തിൽ. ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ട്. എത്ര ഖുർആൻ ഓതിയിട്ടെന്താ? സ്വാലിഹീങ്ങളെയും മഹാന്മാരെയും പരിഹസിക്കുന്ന ഓരോ വേദിയും അവിടെ ഖുർആൻ പാരായണം ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് ഞാൻ കുറേ ഖുർആൻ പാരായണം ചെയ്തിരിക്കുന്നത്. ഖുർആൻ പാരായണം ചെയ്ത് ആശയം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, യോജിക്കാത്ത കാര്യങ്ങൾക്ക് വിമർശിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ മഹാന്മാർ എഴുതി വച്ച ഗ്രന്ഥങ്ങളെയും അവരെയും എന്തിന് ഇവൻ പരിഹസിക്കുന്നു? അതാണ് ചോദ്യം. പലരെയും പരിഹസിക്കുന്നുണ്ട്. ഇനി ഇമാം ഖസ്തലാനിയെക്കുറിച്ച് പറയുന്നത് കേട്ട് നോക്കൂ. ഇമാം ഖസ്തലാനിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. ഇമാം ഖസ്തലാനി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാണല്ലോ നാം പറയുന്നത്. അപ്പോൾ ലൈലത്തുൽ ഖദറിനാണോ നബി ജനിച്ച രാത്രിക്കാണോ കൂടുതൽ പുണ്യമുള്ളത് എന്ന് നീ ചോദിച്ചാൽ 3 കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത നബി ജനിച്ച രാത്രിക്കാണെന്ന് ഞാൻ മറുപടി പറയും. കണ്ടോ, ധിക്കാരിയായ ഒരു മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യൻ. കണ്ടോ, ധിക്കാരിയായ മനുഷ്യൻ, ഖുർആൻ പഠിക്കാത്ത മനുഷ്യൻ. ഇനി ഇവൻ അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ധിക്കാരിയും വൃത്തികെട്ടവനും വൃത്തികേടും തോന്നിവാസവും ഇയാളുടെ നാക്കിൽ നിന്നല്ലേ വരുന്നത്. ഏത് പ്രസംഗമെടുത്ത് പരിശോധിച്ചാലും ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം സ്വാലിഹീങ്ങളെയും സജ്ജനങ്ങളെയും മഹാന്മാരെയും അവർ രചിച്ച ഗ്രന്ഥങ്ങളെയും ആക്ഷേപിച്ച് പരിഹസിച്ച് പുച്ഛിച്ചെന്ന് തള്ളുന്ന ഇയാൾ എന്ത് ദഅവത്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നൽകുന്നത്? മഹാന്മാരുടെ കിതാബ് ഇമാം ബൂസൂരി തങ്ങളുടെ
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് രചിച്ച ആ ഗ്രന്ഥകാരനായ ഇമാം ബൂസൂരിയെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ എത്രത്തോളം തൊലിക്കട്ടി വേണം ഈ മനുഷ്യന്. ദീനിൻ്റെ പേരിൽ, ദഅവത്തിൻ്റെ പേരിലാണ് ഈ തോന്നിവാസങ്ങൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ സങ്കടം. പറയുമ്പോൾ അതിനെ അത്ഭുതപ്പെടുത്തുകയാണ്. അദ്ദേഹം അല്ലാഹുവോട് പറയുന്നത് അറിയോ? അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജിൽ ഖബരി ഈദ, എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേ എന്നാണ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തക്കാരനാണ് പറയേണ്ടത് എന്താ? ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ഉറൂസ് എന്റെ കബറിടത്തിൽ നടക്കണേ. ഞാൻ ചെറിയൊരു ആവിഷ്കാരം ശ്രദ്ധിക്കേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമസ്തയാണെന്ന് വിചാരിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സമസ്തക്കാരാണെന്ന് വിചാരിക്കാം. അങ്ങനെ മസ്ജിദ് നബവിയിലെ ഒന്നാമത്തെ ഉറൂസ്, നബിയുടെ മരണശേഷം ഒന്ന് ശ്രദ്ധിച്ചോ, കണ്ടോ, ഒന്നാമത്തെ ഉറൂസ് എടുക്കുകയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആനപ്പുറത്ത് അമീറുൽ മുഅ്മിനീൻ, അപ്പുറത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നല്ല തോട്ടിയൊക്കെ ആയിട്ട് ആനന്റെ കൂടെ. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തൊട്ടിപ്പുറത്ത് ഇയാളെ സംസ്കാരം കേട്ടില്ലേ? ദഅവത്ത് എന്ന പേരിൽ എന്ത് കോമാളിത്തരവും ചെയ്യാൻ മടിക്കാത്ത ഈ മനുഷ്യൻ ചെയ്യുന്ന വൃത്തികേട് കണ്ടില്ലേ? മഹാന്മാരായ സ്വഹാബികളെ വെച്ചിട്ട് ഒരു ആവിഷ്കാരം. എന്തിനാ ഈ ആവിഷ്കാരം എന്നറിയോ? സമസ്തക്കാർ ഉറൂസ് നടത്തുമ്പോൾ ആനയും പാട്ടും മറ്റുള്ളതൊക്കെ ഉണ്ടാകും എന്നത് തെളിയിക്കാൻ നബിൻ്റെ ഒന്നാമത്തെ ഉറൂസ് നടക്കുക, സ്വഹാബികളൊക്കെ സമസ്തക്കാരാക്കുക, എന്നിട്ട് ആനയുമായി വരുന്ന രംഗം ആവിഷ്കരിക്കുന്ന ഇത്രയും വൃത്തികേട് ലോകത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇയാളല്ലാതെ മറ്റൊരാളും ഇത്തരം തോന്നിവാസം മഹാന്മാരെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഒരു ആവിഷ്കാരം നടത്തി കാണിച്ചു കൊടുക്കുക സമസ്തക്കാരെ പരിഹസിക്കാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. പക്ഷേ മഹാന്മാരെ വെച്ചുകൊണ്ടാണ് അയാൾ കളിക്കുന്നത്. ഈ രീതിയിൽ ഉറൂസ് നടത്താൻ ഏതെങ്കിലും സമസ്തയിലെ പണ്ഡിതന്മാരോ സുന്നികളോ പറഞ്ഞിട്ടുണ്ടോ? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇല്ലാത്ത കാര്യം സുന്നികളുടെ മേൽ വെച്ച് കെട്ടി ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നത്? ഇയാൾക്ക് പരലോകത്തെക്കുറിച്ചൊരു പേടിയും ഇല്ല എന്നുള്ളതാണ്. പരലോകത്തെക്കുറിച്ച് പേടിക്കണം, സ്വന്തമായി നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ പോകണം എന്നൊക്കെ കൗമിൻ്റെ മുമ്പിൽ വാചകമടിക്കുന്നുണ്ടെങ്കിലും ഇയാൾക്കെന്ത് പരലോകം, ഇയാൾക്കെന്ത് മഹ്ശറ, എന്ത് ചോദ്യം? ഈ ബാലുശ്ശേരിയുടെ അവസ്ഥ എത്ര മോശമാണ്. മഹാന്മാരെ വെച്ചിട്ട് ആവിഷ്കാരം നടത്തുക, സമസ്തക്കാർ ചെയ്യുന്ന ഉറൂസിൻ്റെ തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനാ അതിൻ്റെ ആവശ്യം? അത് തെറ്റായ രീതിയിലാണെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, ആശയം കൈമാറിയ പോരെ. മഹാന്മാരെ വെച്ചിട്ടൊരു ആവിഷ്കാരം നടത്തണോ? ഇത്തരം തോന്നിവാസങ്ങളാണ് പല വേദികളിലും ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന പുരോഹിതൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈജ്ഞാനികമായ വേദിയല്ല ഈ ബാലുശ്ശേരിയുടേത് എന്ന് പറയാനുള്ള കാരണവും അത് സത്യം തന്നെയാണ് എന്ന് ഈ കോമാളിത്തരം കണ്ടാൽ ഓരോരുത്തർക്കും ബോധ്യമാകുന്ന ഒരു സംഗതിയാണ്.